ലീഗ് മന്ത്രിമാരിൽ ധാരണ. പി കെ കുഞ്ഞാലിക്കുട്ടി, കെ എം ഷാജി, വി അബ്ദുൾ ഗഫൂർ, എൻ ഷംസുദ്ദീൻ, പാറക്കൽ അബ്ദുള്ള എന്നിവർക്ക് മന്ത്രിസ്ഥാനത്തേക്ക് പി കെ ബഷീറിനെ ഒഴിവാക്കി. വിവരങ്ങളുമായി അർജുൻ ചേരുന്നുണ്ട്. അർജുൻ, അങ്ങനെ ലീഗിൽ മന്ത്രിസ്ഥാനത്തിൽ ധാരണയായിരിക്കുകയാണ്. ആവശ്യപ്പെട്ട 5 സ്ഥാനങ്ങളും ലഭിച്ചിരിക്കുകയാണ്. 5 സ്ഥാനങ്ങൾ ഉറപ്പിച്ചു തന്നെയാണ് ലീഗിന്റെ യോഗം പൂർത്തിയാകുന്നത്. അല്പസമയം മുൻപാണ് ഈ മന്ത്രി സ്ഥാനത്തേക്ക് ആരൊക്കെ പരിഗണിക്കണം എന്നുള്ള കാര്യം ചർച്ച ചെയ്യാൻ ലീഗ് യോഗം വിളിച്ചത്. ആ യോഗം പൂർത്തിയായിട്ടുണ്ട്. ഇനി കോൺഗ്രസുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചയാണ്. ഈ 5 സീറ്റിന്റെ കാര്യത്തിൽ കോൺഗ്രസ് ഏതെങ്കിലും തരത്തിലൊരു എതിർപ്പ് ഇനി ഉന്നയിക്കുമോ എന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട്. എങ്കിൽ കൂടിയും 5 സീറ്റ് എന്നുള്ള ഉറപ്പിൽ മുന്നോട്ട് പോകുക തന്നെയാണ് ലീഗ് ചെയ്തിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ആരൊക്കെ ഉണ്ടാകും മന്ത്രിസ്ഥാനത്തേക്ക് മന്ത്രിസഭയിൽ ഉള്ളത് എന്നുള്ള കാര്യം കൂടി ലീഗ് തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം പി കെ കുഞ്ഞാലിക്കുട്ടി വീണ്ടും മന്ത്രിസഭയിലേക്ക് എത്തും എന്നുള്ള ഉറപ്പാണ്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വ്യവസായ വകുപ്പായിരുന്നു. ഇത്തവണയും പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായ വകുപ്പിലേക്ക് തന്നെ തിരിച്ചെത്താനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അദ്ദേഹത്തിന് പുറമെ മണ്ണാർക്കാട് ജയിച്ച എൻ ഷംസുദ്ദീൻ MLA ഇത്തവണ മന്ത്രിസഭയിൽ ഉണ്ടാകും. കെ എം ഷാജി, വേങ്ങരയിൽ നിന്ന് ജയിച്ച ഷാജി മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കുറ്റ്യാടിയിൽ നിന്ന് ജയിച്ച പാറക്കൽ അബ്ദുള്ള മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നു. വി അബ്ദുൾ ഗഫൂർ, കളമശ്ശേരിയിൽ നിന്ന് ജയിച്ച അബ്ദുൾ ഗഫൂറിനെയും, മുൻ മന്ത്രി ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ കൂടിയാണ് അബ്ദുൾ ഗഫൂർ, അദ്ദേഹത്തെയും മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുകയാണ് ലീഗ്. എടുത്തു പറയേണ്ടത്, മുതിർന്ന ലീഗ് നേതാവായിട്ടുള്ള പി കെ ബഷീറിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യമാണ്. അതിന് കാരണമായി പറയുന്നത്, കെ എം ഷാജിയെ കൂടി പരിഗണിക്കുന്ന ഘട്ടത്തിൽ മലപ്പുറത്ത് നിന്ന് മാത്രം 3 മന്ത്രിമാർ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും. അത് ഒഴിവാക്കാൻ കൂടിയാണ് ഷാജിയെ പരിഗണിക്കുകയും ബഷീറിനെ ഒഴിവാക്കുകയും ചെയ്തിട്ടുള്ളത്. പിന്നീട് എറണാകുളത്ത് നിന്ന് മന്ത്രിസഭയിലേക്ക് ലീഗിന് പ്രതിനിധി ഉണ്ടാവും, കോഴിക്കോട് നിന്ന് ലീഗിന് പ്രതിനിധി ഉണ്ടാവും. അങ്ങനെ 5 മന്ത്രിസ്ഥാനം ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു ലീഗ്. അതിനൊപ്പം ആരൊക്കെയാണ് മന്ത്രി എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്തിരിക്കുന്നു ലീഗ്. അർജുൻ, എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുതിർന്ന നേതാവായ പി കെ ബഷീറിനെ ഒഴിവാക്കി എന്നുള്ളതാണ്. ഇത് ഏത് രീതിയിലായിരിക്കും ബാധിക്കുക? എങ്ങനെയാണ് ഈ തീരുമാനങ്ങളിലോട്ട് എത്തിച്ചേർന്നത്? അതിനകത്ത് പരിഗണനകൾ, പ്രാതിനിധ്യവും ഒക്കെ തീരുമാനിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടുള്ളത്. കെ എം ഷാജി കൂടി മന്ത്രിസഭയിലേക്ക് വരികയാണെങ്കിൽ മലപ്പുറത്ത് നിന്ന് പി കെ ബഷീർ, കുഞ്ഞാലിക്കുട്ടി, കെ എം ഷാജി, അങ്ങനെ 3 പേർ ഒരു ജില്ലയിൽ നിന്ന് തന്നെ ഉണ്ടാകും എന്നുള്ള സ്ഥിതി വരും. അത് ഒഴിവാക്കാൻ കൂടിയാണ് അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് ലീഗ് എത്തിയിട്ടുള്ളത്. എന്ന് മാത്രമല്ല, കോഴിക്കോട് നിന്നും എറണാകുളത്ത് നിന്നും ജയിച്ചു കയറിയ ആളുകളുണ്ട്. അവരുടെ കൂടി പരിഗണന വെച്ചുകൊണ്ട് അവരെ കൂടി പ്രാതിനിധ്യം ഉറപ്പാക്കണം എന്നുള്ളതുണ്ട്. പാലക്കാട് മണ്ണാർക്കാട് നിന്ന് ഷംസുദ്ദീൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ജയിച്ചു വരുന്ന MLA കൂടിയാണ്. മുതിർന്ന അംഗം എന്ന നിലയിലും നിയമസഭയിൽ നന്നായി പ്രവർത്തിക്കുന്ന ആളെന്ന നിലയിലുമൊക്കെ ഷംസുദ്ദീനും മന്ത്രിസ്ഥാനം ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ 5 മന്ത്രിമാർ എന്ന നിലയിലേക്ക് വരുന്ന ഘട്ടത്തിൽ അതിൽ ഒരാളെ ഒഴിവാക്കാൻ ലീഗ് നിർബന്ധിതരാകുകയായിരുന്നു. അത് പി കെ ബഷീറിലേക്ക് എത്തുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ കെ എം ഷാജിയെ ഒഴിവാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് പോകാൻ ലീഗ് തീരുമാനിച്ചിരുന്നു. പക്ഷേ നീണ്ടുനിന്ന കൂടിയാലോചനകൾക്കൊടുവിൽ പി കെ ബഷീർ തൽക്കാലം മാറി നിൽക്കട്ടെ, പകരം കെ എം ഷാജിയെ പരിഗണിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയാണ് ലീഗ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അർജുൻ, പി കെ കുഞ്ഞാലിക്കുട്ടി ഏറ്റവും പരിചയസമ്പന്നനായ ഒരു നേതാവ് കൂടി ഈ മന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട വകുപ്പ് തന്നെ നൽകാനുള്ള സാധ്യത എത്രത്തോളമായിരിക്കും? വകുപ്പുകൾ സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. അത് ഈ ഉഭയകക്ഷി ചർച്ചയുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും വകുപ്പുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. എങ്കിൽ കൂടിയും പി കെ കുഞ്ഞാലിക്കുട്ടി ഏത് വകുപ്പായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഒരു ഉറപ്പ് ഉണ്ട് ലീഗിനും കോൺഗ്രസിനും. അത് കഴിഞ്ഞ വട്ടം കുഞ്ഞാലിക്കുട്ടി കൈകാര്യം ചെയ്ത വ്യവസായ വകുപ്പ് തന്നെയാണ്. ആ വകുപ്പ് ഇത്തവണയും ലീഗിന് കൊടുക്കാം എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിലെ ധാരണ. സ്വാഭാവികമായും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവെന്ന നിലയിലെ പി കെ കുഞ്ഞാലിക്കുട്ടിയിലേക്ക് തന്നെ വരാനുള്ള സാധ്യതയാണ് ഉള്ളത്. മറ്റ് വകുപ്പുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യത്തിലൊരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു അന്തിമ ധാരണയിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ കൂടിയും കഴിഞ്ഞ വട്ടം ലീഗ് 5 വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നു. അതിൽ പൊതുമരാമത്ത് വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകളുണ്ട്. തദ്ദേശ സ്വയംഭരണം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ കഴിഞ്ഞ
തവണ ലീഗ് തന്നെയാണ് കൈകാര്യം ചെയ്തത്. അവിടേക്ക് ആരൊക്കെ പരിഗണിക്കും എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. ലഭിക്കുന്ന സൂചനകളുടെ പ്രകാരം ഷംസുദ്ദീൻ വിദ്യാഭ്യാസ മന്ത്രിയാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തദ്ദേശ വകുപ്പിലേക്ക് KM ഷാജിയെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ് വിവരം. അതിനോടൊപ്പം തന്നെ ഈ മുൻ മന്ത്രി ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ അബ്ദുൾ ഗഫൂർ ഒരുപക്ഷെ പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇത് പക്ഷേ പ്രാഥമികമായിട്ടുള്ള ആലോചനകളാണ്. ഇതിൽ ഒരു അന്തിമ തീരുമാനം ഉഭയകക്ഷി ചർച്ചകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഉണ്ടാവുക. ശരി, അങ്ങനെ ലീഗ് മന്ത്രിമാരിൽ ധാരണയായിരിക്കുകയാണ്. PK കുഞ്ഞാലിക്കുട്ടി, KM ഷാജി, BA അബ്ദുൾ ഗഫൂർ, N ഷംസുദ്ദീൻ, പാറക്കിൽ അബ്ദുള്ള എന്നിവർ മന്ത്രിസ്ഥാനത്തേക്ക് എന്നാണ് ധാരണ. അർജുൻ ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.